ഓപ്ഷനെ മേടിക്കുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് കുറച്ചുകൂടി കാലികമായിട്ടുള്ള വണ്ടിയാണത്. പക്ഷേ അവിടെ യൂസബിലിറ്റി മാറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ USP എന്ന് പറയുന്നത് സ്പേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ഇതിനകത്തുള്ള സാധാരണക്കാരുടെ വാഹന സങ്കല്പം എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസിയിലും വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനിലും അധിഷ്ഠിതമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് കയ്യിലൊതുങ്ങുന്ന വിലയ്ക്ക് കിട്ടുന്ന വണ്ടി വാങ്ങിയിട്ട് കയ്യിലൊതുങ്ങുന്ന കാശിന് പെട്രോൾ അടിച്ച് ഓടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മാരുതി ഏകദേശം ആ ഒരു പൾസൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് അറിയാം. അതായത് ഒരുപാട് മാരുതി വണ്ടികളുണ്ട്. ഇപ്പോൾ വാല്യൂ ഫോർ മണി ആണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക ഫ്യൂവൽ എഫിഷ്യൻ്റ് ആണെങ്കിലും ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ ഇത് വാഗണാറിൻ്റെ 2022 ഫേസ് ലിഫ്റ്റാണ്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ തന്നെ പറയാമല്ലോ. അതിൽ മാറ്റങ്ങളിലേക്ക് ഊന്നിക്കൊണ്ട് വീഡിയോ ചെയ്യാം. അതായത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയാം. അതിനുശേഷമായിട്ട് റോഡിലേക്ക് എടുത്ത് ഓടിക്കുമ്പോൾ ആ ഒരു 1 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 1.2 ലിറ്ററിൻ്റെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ പറയാൻ ശ്രമിക്കാം. സ്വാഗതം. അപ്പോൾ നമ്മൾ 1 ലിറ്റർ ഓടിച്ചിട്ടുണ്ട്, എക്സ്റ്റൻസീവ്ലി ഓടിച്ചിട്ടുണ്ട്. ഇത് 1.2 ലിറ്ററാണ്, AMT ആണ്. ഈ ഒരു വാഗണാറിൻ്റെ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നതാണ് മാരകം എന്ന് പറയാനുള്ള കാര്യം 24.43 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു മാരകമായ ഫ്യൂവൽ എഫിഷ്യൻസിയുള്ള വണ്ടിയാണ് ഈ ഒരു AGS മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് തന്നെയാണ്. അതായത് ആ ഒരു ഫ്യൂൽ കട്ടയൊന്നും പെട്ടെന്ന് പോകുന്നൊന്നുമില്ല. എന്തായാലും മൈലേജ് ടെസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി നോക്കണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് നമുക്ക് അനൗൺസ് ചെയ്യാം. അത് മാത്രമല്ല ഈ ഒരു വണ്ടിയുടെ 1 ലിറ്റർ എഞ്ചിന് ഇതിനും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി ഉണ്ട്. ഇനി അത് മാത്രമല്ലെങ്കിൽ ഈ ഒരു വണ്ടിക്ക് CNG മോഡൽ കൂടി ഉണ്ട്, SCNG മാരുതിയുടെ. അതിന് 35 കിലോമീറ്ററിന് പുറത്താണ് ഒരു മൈലേജ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനിൽ മികച്ച വണ്ടിയായിട്ട് വേണമെന്ന് കാണാമെന്ന് തോന്നുന്നുണ്ട്. അതായത് ഈ ഒരു കാര്യം ആദ്യമേ പറയുന്നത് നമുക്ക് ഈ ഒരു വണ്ടി പുതിയതല്ല എന്നുള്ളതാണ്. ഇത് ഒരു ഫേസ് ലിഫ്റ്റ് മാത്രമാണല്ലോ. മാരുതി വാഗണാറിൻ്റെ ഒരു ആർട്ടിക്കിൾ vandipranthan.com കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്താണ് പുതിയ വാഗണാറിൽ വന്ന മാറ്റം എന്നുള്ളതാണ്. അപ്പോൾ ഫേസ് ലിഫ്റ്റ് എന്നൊക്കെ ഞാൻ ആധികാരികമായി പറഞ്ഞെങ്കിലും ഫേസിന് കാര്യമായിട്ട് ലിഫ്റ്റിംഗ് ഒന്നുമില്ല. ഇപ്പോൾ അലോയ് വീൽ വന്നു, 2 കളറായി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇനി പ്രൈസ് അറിയണമെങ്കിൽ നിങ്ങൾ vandipranthan.com നോക്കിയാൽ മതി. അതിനകത്ത് പ്രൈസ് കാര്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ പ്രൈസ് ഒന്ന് വായിക്കും കൂടി ചെയ്യാം. അതായത് LXI വേരിയൻറ്റിന് 5,39,500 തുടങ്ങിയിട്ട് 1.2 ലിറ്റർ ZXi AGS ഡ്യുവൽ ടോണിന്, അതായത് ഈ ഒരു മോഡലിന് 7,10,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ പ്രൈസും ആ ഒരു ആർട്ടിക്കിളുണ്ട്, നിങ്ങൾ നോക്കിക്കോളൂ. മാരുതി സുസുക്കിയുടെ വാഗണാറിന് 2 എഞ്ചിൻ ഓപ്ഷനുകളുണ്ട്. അതിൽ കൂടിയ എഞ്ചിൻ ഓപ്ഷനായിട്ടുള്ള 1.2 ലിറ്റർ K സീരീസ് എഞ്ചിനാണിത്. അതായത് ഡ്യുവൽ ജെറ്റ് എഞ്ചിൻ. അപ്പോൾ പഴയ മാരുതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ വരുന്ന മാരുതികളൊക്കെ തന്നെ ഡ്യുവൽ ജെറ്റാണ്. ആ ഒരു കാര്യത്ത് പറയുമ്പോൾ ഈ ഒരു K സീരീസ് എഞ്ചിന് ഡ്യുവൽ ജെറ്റാണ്. അപ്പോൾ 2 എഞ്ചിൻ ഓപ്ഷനുകളുണ്ട് വാഗണാറിന്. ഒരു 1 ലിറ്ററും ഒരു 1.2. ഈ 1.2 എന്ന് പറയുന്നത് 81 bhp 113 Nm. അതായത് ഒരു ഇത്തിരി പവർ കൂടിയ വണ്ടി ഇതാണ്. ഇനി 1 ലിറ്റർ എഞ്ചിന് സ്പെക്ക് പറഞ്ഞാൽ 66 bhp 89 Nm വേണം. അപ്പോൾ ഈ ഒരു പവറും ടോർക്കും ഫിഗറുകളല്ല, ഇന്ധനക്ഷമതയാണ് ഈ വണ്ടിയുടെ USP, യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. കൂടാതെ ഓടിക്കാൻ രസമുള്ള ഒരു AMT കോമ്പിനേഷൻ കൂടി വാഗണാറുണ്ട്. അതായത് ഈ ഒരു വണ്ടി AMT ആണ്. അതായത് മാരുതി സുസുക്കി AGS എന്ന് വിളിക്കുന്ന ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ. ആ വണ്ടി കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയൊരു മോഡൽ വന്നപ്പോൾ നമ്മൾ ഈ വണ്ടി തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് എടുത്തത്. നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഒരു ബോണസ് ഇൻസേഷൻ ഇല്ല എന്നിരുന്നാൽ കൂടി അകത്തേക്ക് വലിയ കാര്യമായിട്ട് സൗണ്ടൊന്നും വരുന്നില്ല. ഈ ഒരു ഡ്യുവൽ ടോൺ കളർ കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുണ്ടെന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ടിംഗ് റൂഫ് എന്ന് തോന്നിക്കാനായിട്ട് കൊടുത്ത ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഈ ഒരു ബ്ലാക്കിനോട് തിരിച്ചും ചേരുന്നത്. ഇതൊരു പിയാനോ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ്. അപ്പോൾ വലിയ ഒരു വണ്ടിയാണ് വാഗണാർ എന്നുള്ളത് ഏറ്റവും കൂടുതൽ വിസിബിൾ ആവുക ഈ ഒരു സൈഡിലാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം പരിചിതമായ വണ്ടിയാണ്. പക്ഷേ ഈ ഒരു അലോയ് വീൽ ഡിസൈൻ എന്ന് പറയുന്നത് പുതിയതാണ്. അതായത് അലോയ് വീൽ പുതിയതാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, അതായത് ഇനി വരുന്ന ട്രെൻഡുകളിൽ എനിക്ക് തോന്നുന്നു ബേസ് മോഡൽ മുതൽ തന്നെ അലോയ് വീൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് പോലുള്ള കമ്പനികൾ അലോയ് വീലിന് പകരം ഒരു സ്റ്റീൽ വീൽ അലോയ് പോലെ ഡിസൈനായിട്ട് കൊടുത്തതാണ്. പക്ഷേ മാരുതി ഇത് അലോയ് തന്നെയാണ് കൊടുത്തുള്ളത്. അപ്പോൾ 7 ലക്ഷം രൂപയോളം വരുന്ന വണ്ടിക്ക് അലോയ് വീൽ കൊടുക്കുന്ന വലിയ കാര്യമായിട്ട് തോന്നിയില്ല. എന്നിരുന്നാൽ കൂടി അത്യാവശ്യം വലിയൊരു വീൽ തന്നെയാണിത്. 165/70 R14 സൈസാണ്. അപ്പോൾ മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും തന്നെയാണ്. ഇനി ഈ ഡോർ ഹാൻഡിലുകളൊക്കെ തന്നെ ബോഡി കളറാണെന്ന് കാണാം. അഴകളവുകളുടെ ഒരു സമ്പന്നതൊന്നും വാഗണാറിനില്ല. അതായത് പ്ലെയിൻ ഡിസൈനാണ്, ഒരു ബോക്സി ഷേപ്പ് തന്നെയാണിത്. പിന്നെ ഈ വശങ്ങൾ കൊടുത്തുള്ള ചെറിയ കട്ടിങ്ങെല്ലാം തന്നെ ഈ കളർ വിളിച്ചോതൊന്നുമില്ല. അത് ലളിതമായി തന്നെയുള്ള വണ്ടിയായിട്ട് വാഗണാറിനെ കാണാം. ഈ വാഗണാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടോൾ ബോയ് രൂപമാണ്. അപ്പോൾ വലിയ ഗ്ലാസ് ഏരിയാണ് കാണാം. ഹെഡ് റൂമാണ് ഈ വണ്ടിക്ക് അത് ഏറ്റവും കൂടുതൽ തോന്നി. ഈ പില്ലറിനും ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ ഗ്ലോസി ഫിനിഷ് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഈ ചെറിയ മിററാണെങ്കിൽ കൂടി മിററിനും ആ ഒരു ഫിനിഷ് ഉണ്ട്. ഇനി LED ഇൻഡിക്കേറ്റേഴ്സ് കൂടി മിററിനകത്ത് കാണാം. വാഗണാറിൻ്റെ വലിപ്പം കൂടുതൽ കാരണം ഈ ഒരു ബോണറ്റ് ഷോർട്ടായി തോന്നും. അപ്പോൾ റൗണ്ട് ഇരിക്കുന്ന ഒരു മുൻഭാഗം, അതായത് ഉരുണ്ടിരിക്കുന്ന ഒരു മുൻഭാഗവും ഈ ഒരു ഗ്രില്ലും ഈ ഒരു ബ്ലാക്ക് ഇൻസൈഡിലെ എഡാമും പിന്നെ ഈ ഒരു ക്രോം ഇൻസൈഡൊക്കെ കൂടി ചേർന്നിട്ട് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് മുന്നിൽ നോക്കുമ്പോൾ. ഇനി 2 വശത്തായിട്ട് കൊടുത്ത ഹെഡ്ലാമ്പിനകത്ത് പ്രൊജക്ടർ ഇല്ല, സാധാ ഹെഡ്ലാമ്പാണ്, ഹാലോജൻ ഹെഡ്ലാമ്പാണ്. അതിനകത്ത് തന്നെയാണ് ആ ഒരു ഇൻഡിക്കേറ്റർ കൊണ്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ക്രോം ബാർ കൂടി കാണാം.
താഴെയായിട്ട് ഫോഗ്ലാമുണ്ട്. ഈ ഫോഗ്ലാം വെച്ച ഹൗസിംഗ് എല്ലാം തന്നെ മികച്ച് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് കാണാം. അപ്പോൾ വാഗണാറിൻ്റെ കാര്യത്തിൽ ഭംഗിയല്ല കൗതുകമാണെന്ന് പറയാം. കാരണം ഇതൊരു ഇത്തിരി യൂട്ടിലിറ്റേറിയൻ ആയിട്ടൊരു വണ്ടിയാണ്. അതായത് കാര്യങ്ങൾ നടക്കാൻ ഉതകുന്ന ഒരു കാറെന്ന് പറയാം. അതായത് ടോൾബോ രൂപമുള്ള ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വണ്ടി. വില കുറവല്ല, 7 ലക്ഷം എന്ന് പറയുന്നത് നല്ല പ്രൈസ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വണ്ടിയുടെ വില കൂടുതലാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വണ്ടിയെന്ന് ഈ വാഗണാറിനെ പറയാം. എടുത്തു പറയത്തക്ക മാറ്റമൊന്നും വാഗണാറിൻ്റെ പിന്നിലുമില്ല. പക്ഷേ ഒരു സ്പോയിലറിൻ്റെ കുറവ് തോന്നിച്ചു. അതിന് കാരണം ഈ ഹൈ മൗണ്ട് ആയിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഗ്ലാസ് വാഷ നോസിൽ ഒരിത്തിരി അരോചകമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പിലാകുമ്പോൾ അകത്തായിട്ട് കാണാം. കൂടാതെ ഡിഫോഗർ വൈപ്പറുണ്ട് ഈ ഒരു ടോപ്പിന് മോഡലിൽ. ഇനി ഒരു ക്രോം ബാറിലാണ് വാഗണാർ എന്നുള്ള ഒരു ലെറ്ററിംഗ് ഉള്ളത്. കൂടാതെ റിവേഴ്സ് ക്യാമറ ഇല്ല, റിയർ പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമേ ഉള്ളൂ. താഴെയായിട്ട് ആ ഒരു ചെറിയ ബ്ലാക്ക് ഇൻസെറ്റ് കൂടി കാണാം. പിന്നെ 2 റിഫ്ലക്ടറുകളുണ്ട്. അപ്പോൾ ടവർ ലൈറ്റ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ടെയിൽ ലാമ്പ് ഡിസൈനാണ് ഇത്. LED അല്ല, ബൾബ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പുതുമുളൊന്നും ഇതിനകത്ത് പറയാനില്ല, പഴയ ലൈറ്റ് തന്നെയാണത്. പക്ഷേ അതിൽ കൊടുത്തുള്ള മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് മനോഹരമാണെന്ന് കാണാം. ഈ ഒരു വാഗണാറിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ആണെന്ന് പറഞ്ഞു. സാധാരണക്കാരൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പോൾ ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയേണ്ടതുണ്ട്. അതായത് 341 ലിറ്ററോളം ബൂട്ട് സ്പേസ് ഉണ്ട്. കൂടാതെ ഒരു പാർഷ്യൽ സെൽഫ് കൂടി കാണാം. ഇപ്പോൾ ബലനോടെ കാര്യം പറഞ്ഞ പോലെ ലോഡിംഗ് ലിപ്പ് അത്ര മാത്രം വലുതല്ല, എന്നിരുന്നാൽ കൂടി ചെറിയൊരു ലോഡിംഗ് ലിപ്പ് ഉണ്ട്. ഇനി ഇതിനകത്ത് ആ ഒരു വാണിംഗ് ട്രയാങ്കിളൊക്കെ തന്നെ കാണാം. കൂടാതെ മാരുതി സുസുക്കിയുടെ ആ ഒരു വലിയ ബുക്കുകളൊക്കെ തന്നെ കാണുന്നുണ്ട്. ബുക്ക് എന്ന് പറയുമ്പോൾ ഓണേഴ്സ് മാനുവൽ. ഈ ഓണേഴ്സ് മാനുവലിൻ്റെ ഒരു കാര്യം ഞാൻ പലപ്പോഴും പല വീട്ടിലും പറയണമെന്ന് കേൾക്കുന്നതാണ്. അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഗണാറിൻ്റെ ഓണേഴ്സ് മാനുവൽ കാണാം. ഇനി ഒരു പാഡ് പൊക്കുമ്പോൾ ആ ഒരു സ്പെയർ വീൽ കാണാം. സ്പെയർ വീൽ അലവല്ല, ഒരു സാധാ വീല് തന്നെയാണ്. രണ്ട് സ്റ്റെട്ടുകളുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു സോളിഡ് ഫീൽ ഉണ്ടെന്ന് പറയാം തുറന്ന് വെച്ച് കഴിയുമ്പോൾ. ഇനി ഈ ഒരു പാഡെന്ന് പറയുന്നത് പഴയ വാഗണാർ മുതൽ ഇങ്ങോട്ട് തന്നെ ഒരു കാർപ്പറ്റ് പാഡാണ്. ഏറെക്കുറെ 90 ഡിഗ്രിയോളം തുറക്കാവുന്ന ഡോർന്ന് കാണാം. അതായത് വലുതായി തുറന്ന് എളുപ്പത്തിൽ കയറിയിരിക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഡോർ അടച്ചു കഴിയുമ്പോൾ ഈ ഒരു തൈ സപ്പോർട്ടിനെ കുറിച്ച് പറയാം. ഈ തൈ സപ്പോർട്ടിൻ്റെ കാര്യം പറയേണ്ടത് എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാറുകളിലെ ഈ ഒരു കാറ്റഗറിയിലെ വണ്ടികളിൽ നല്ല തൈ സപ്പോർട്ടെന്ന് പറയാം. അതായത് ഒരു വലിയ തൈ സപ്പോർട്ട് ഉണ്ടെന്നോ അതായത് നന്നായി കംഫർട്ടായിട്ടിരിക്കാമെന്നോ അല്ല പറയുന്നത്. അതായത് കാര്യങ്ങൾ നടക്കാൻ ഉതകുന്ന സീറ്റാണ് വാഗണാറിൻ്റെ സീറ്റ്. ഇനി മിഡിലെ ഫ്ലോർ ഹമ്പ് വലുതല്ല, അത്യാവശ്യം ചെറിയൊരു ഫ്ലോർ ഹമ്പാണ്. അതായത് 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു സീറ്റാണ് ഈ ഒരു ബാക്ക് സീറ്റ്. ഇനി ഡോർ പാഡിൽ ബോട്ടിൽ ഹോൾഡറും സ്പീക്കറൊക്കെ തന്നെ കാണാം. കൂടാതെ ആ ഒരു ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് അലുമിനിയം ഫിനിഷിലാണ്. ഇനി വാഗണാറിൻ്റെ USB സ്പേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഈ കാറ്റഗറിയിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ് ഈ വാഗണാർ. അപ്പോൾ വലിയ ഒരു ഹെഡ് റൂം ഉണ്ട്, വലിയ ഒരു ലെഗ് റൂം ഉണ്ട്. അപ്പോൾ ഈ ഒരു ലെഗ് റൂം എന്ന് പറയുന്നത് തികച്ചും യൂസബിൾ ആണ്. കാരണം ഈ ഒരു സീറ്റ് അത്യാവശ്യം പിന്നിലോട്ടാണ് ഇട്ടുന്നത്. അതായത് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഇനി സീറ്റ് ബാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം തിന്നാണ്. കൂടാതെ ഈ ഒരു ഹെഡ് റെസ്റ്റ് ഫിക്സ്ഡ് ആയിട്ട് ഹെഡ് റെസ്റ്റ് ആണ്. വാഗണാറിൻ്റെ ഫാബ്രിക് സീറ്റുകളാണ്. അതായത് 2 കളറുകളുള്ള ഫാബ്രിക് സീറ്റാണത്. ഈ ഡോർ വാണിംഗ് എന്ന് പറയുന്നത് കീ അകത്തിട്ടാൽ മാത്രമേ കേൾക്കുന്നുള്ളൂ, ഒരു കൗതുകമായിട്ട് പറയാം. ഇനി ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ വലതുവശത്ത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ ഉണ്ട്. ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോൾ സ്റ്റാർട്ടാകുമ്പോഴും ഇത് വീണ്ടും ഓണാവും, അത് ഓഫ് ചെയ്താൽ പോലും. അപ്പോൾ ഒന്ന് ഉൾട്ട ചെയ്യേണ്ടി വരും ചിലർക്കെങ്കിലും. കാരണം അധികം പേർക്ക് ഈ ഒരു സംഗതി ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. അതായത് വണ്ടി ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഓഫ് ചെയ്യുമ്പോൾ ഒരിത്തിരി ഒരു പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷേ ഇത് ഫ്യൂവൽ എഫിഷ്യൻസിക്ക് നല്ല സഹായമായ ഒരു കാര്യമാണ്. ഹെഡ് ലാമ്പ് ലെവൽ കാണാം. കൂടാതെ ഈ ഒരു വൈറ്റും ബ്ലാക്കും തീമുള്ള ഈ ഒരു ഡാഷ്ബോർഡ് എന്ന് പറയുന്നത് മികച്ചതാണ്. ശരിക്കും ഒരു വൈറ്റ് അല്ല, ഒരു ഐവറി കളറൊക്കെ പറയാം. ഇനി ഇതിന് മുകളിൽ കൊടുത്ത ആ ഡിസൈൻ പാറ്റേൺ, കൂടാതെ AC വെൻ്റെ ചുറ്റും കൊടുത്ത അലുമിനിയം പാറ്റേണൊക്കെ തന്നെ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് മനോഹരമായിട്ട് മാറ്റി ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി ഡോർ പാഡിൽ ഓട്ടോ ഡൗണുള്ള ഫ്രണ്ട് വിൻഡോ കാണാം. കൂടാതെ ആ ഒരു സ്പീക്കറുണ്ട്, പിന്നെ ബോട്ടിൽ ഹോൾഡറും അല്ലെങ്കിൽ ആ ഒരു പാറ്റേണൊക്കെ തന്നെ കാണാം. അപ്പോൾ വലുതായി തുറക്കാവുന്ന ഡോറുകൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത കാണാം. അതായത് ഡോർ അടക്കണമെങ്കിൽ ഒന്ന് എത്തിപ്പിടിക്കേണ്ടതുണ്ട്. ഈ വാഗണാറിൻ്റെ സ്റ്റിയറിങ്ങിന് ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണാം. പക്ഷേ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഒരു കട്ടി കുറവാണെന്നുള്ളതൊരു കാര്യമായിട്ട് പറയാം. ലെതർ റാപ്പിംഗ് ഒന്നുമില്ല, പക്ഷേ അലുമിനിയം ഇൻസെറ്റൊക്കെ തന്നെ കാണുന്നുണ്ട്. കൂടാതെ ടെലിഫോണിക് കൺട്രോൾസും ഈ മീഡിയയുടെ കൺട്രോൾസും ഒക്കെ തന്നെ ഈ സ്റ്റിയറിങ്ങിലുണ്ട്. ഇനി നല്ല ഹെഡ് റൂമാണ്. ഹെഡ് റൂം എന്ന് പറയുമ്പോൾ ഞാൻ ഈ 2 കൈ ഇങ്ങനെ വെച്ചാൽ പോലും ആ ഒരു സീലിങ്ങിൽ എത്തുന്നില്ല. ഇനി ബ്ലൂടൂത്ത് മൈക്കും ആ ഒരു ലൈറ്റും കാണാം. കൂടാതെ ഡിമ്മിങ്, അതായത് മാനുവൽ ഡിമ്മിങ് ഉള്ളൊരു മിററുണ്ട്. അപ്പോൾ ഡാഷ്ബോർഡിൻ്റെ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു വൈറ്റും ബ്ലാക്കും തീമിൽ ഈ ഒരു ഉയർന്നു നിൽക്കുന്ന ഭാഗമൊക്കെ നമ്മൾ സെലേറിയോയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെലേറിയോയുടെ ആ ഒരു തീം തന്നെയാണ് വാഗണാറിനകത്തുള്ളത്. മാരുതിയുടെ എല്ലാ വണ്ടിക്കുള്ള ഒരു മുഖമുദ്ര എന്നുള്ള ഈ ഒരു വണ്ടിയെ പറയാം. ഇനി താഴെ AC കൺട്രോൾസ് ഉണ്ട്. AC കൺട്രോൾസ് മാനുവലാണ്. കൂടാതെ ഈ സ്ലൈഡ് മെക്കാനിസം ഇപ്പോഴും അവർക്ക് മാറ്റാൻ പറ്റിയിട്ടുള്ള അതൊരു പോരായ്മ തന്നെയാണ്. കൂടാതെ AMT മോഡലായിട്ട് കൂടി ഒരു ആംറസ്റ്റിലാണെന്നൊരു കുറവായിട്ട് പറയാം. അപ്പോൾ ഈ 5 സ്പീഡ് AMT എന്ന് പറയുന്നത് ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള മാരുതിയുടെ പുതിയ AMTയിലൊന്നാണ്. അപ്പോൾ ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇനി സ്റ്റോറേജ് സ്പേസ്, ആ ഒരു ഡാഷ്ബോർഡിൻ്റെ സ്റ്റോറേജ് സ്പേസിനേക്കാൾ ഉപരി കൂടുതലുള്ളത് ആ ഒരു ഡോർ പാഡിലാണ്. ഡോർ പാഡിലെ ആ ഒരു ബോട്ടിൽ ഹോൾഡറും അല്ലെങ്കിൽ മാപ്പ് ഒക്കെ കാണാം. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസിൻ്റെ കൂടാതെ USB ഓക്സ് പോർട്ട് കാണാം. കൂടാതെ 12 വാട്ട് ചാർജ് കൂടി ഉണ്ട്.
ഇനി കുഞ്ഞായിട്ടുള്ള ഒരു ചെറിയ കബി ഹോള് ഈ ഒരു ഗിയർ കൺസോളിൻ്റെ പിന്നിലായിട്ട് കാണാം. അപ്പോൾ ഈ ഗിയർ ലിവർ എന്ന് പറയുന്ന ഒരു കൺസോൾ തന്നെയാണ്, അത് ഒരു ബ്ലാക്ക് ഇൻസൈറ്റിലാണ്. ഈ വാഗണാറിൻ്റെ മീറ്റർ കൺസോളിനകത്ത് 2 മീറ്ററുകൾ കാണാം, ഒരു വലിയ മീറ്ററും ഒരു കുഞ്ഞു മീറ്ററും. ആ വലിയ മീറ്റർ എന്ന് പറയുന്നത് സ്പീഡോമീറ്ററാണ്, കുഞ്ഞു മീറ്ററിനകത്താണ് MID, അതായത് മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റിയറിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ടാക്കോമീറ്റർ ആ ഒരു ചെറിയ മീറ്ററിനകത്താണ്, അതിനകത്ത് ഗിയർ ഇൻഡിക്കേറ്ററും കൂടാതെ ആ ഒരു ഓഡോമീറ്ററും ക്ലോക്കെല്ലാം കാണാം. അപ്പോൾ ഫ്യൂവൽ മീറ്ററിൻ്റെ ഒരു ഭാഗം താഴായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഈ ഒരു ലിവർ അല്ലെങ്കിൽ ഒരു നോബ് എന്ന് പറയുന്നത് ഒരു മാറ്റമില്ല, സ്റ്റിയറിംഗിലേക്ക് മാറിയിട്ടില്ല. അത് എപ്പോഴും പറയുന്നതാണ്, അത് പുതിയ ബലിനോ വന്നപ്പോഴും ഇല്ല, വാഗണാറിലും ഇല്ല, ഇനി പുതിയ ബ്രസയിലെങ്ങാനും മാറി കണ്ടേക്കാം. അപ്പോൾ ബാക്കിയുള്ള വാഹനങ്ങളൊക്കെ തന്നെ കൺസോളുണ്ട്. കൂടാതെ ഒരു കുഞ്ഞ് തൊപ്പി പോലെ കൊടുത്ത ഭാഗം ഈ ഒരു മീറ്റർ കൺസോൾ ഭംഗി കൂടുന്നുണ്ട്. ഇനി മീഡിയയിലേക്ക് വന്നാൽ ഈ മീഡിയ സ്ക്രീനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് വണ്ടിക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേക്കുള്ള ഒരു മീഡിയ സ്ക്രീനാണത്. കൂടാതെ ഇതിനകത്ത് ആ ഒരു റിവേഴ്സ് ക്യാമറ ഇല്ല, റിവേഴ്സ് ക്യാമറ വാഗണറിനകത്ത് വരുന്നില്ല, അത് എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടി വരും. ഇനി മീഡിയയ്ക്കകത്ത് ബ്ലൂടൂത്തും അല്ലെങ്കിൽ AM FM റേഡിയോസും ഒക്കെ തന്നെ കാണാം. ഇനി സെറ്റിങ്സിനകത്ത് പോയിട്ട് വെറുതെ ഒരു സൗണ്ട് സെറ്റിങ്സ് കാണിക്കാം. അതായത് നമ്മൾ ഈ ഒരു ബാലൻസ് ഫീൽഡിലാണല്ലോ ഇതിൻ്റെ റെസ്പോൺസ് പറയാം. അപ്പോൾ അത്യാവശ്യം റെസ്പോൺസീവായിട്ടുള്ള ഒരു സ്ക്രീനെ പറയാം. ഇനി പറയണമെന്നൊരു കാര്യം, വോളിയം കൂട്ടുന്നതും കുറയ്ക്കുന്നതും ഈ ഒരു ടച്ച് കൺട്രോൾ ആണെന്നുള്ളത് ഒരു ഇത്തിരി അരോചകമാണ്. ഒരു ചെറിയ നോബ് അതിനുവേണ്ടി കൊടുത്തിരുന്നത് നന്നായിരുന്നു തോന്നി. അപ്പോൾ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വോളിയത്തിലേക്ക് വെച്ചിട്ട് ആ പാട്ട് പാടി തുടങ്ങും. അപ്പോൾ നമ്മൾ ഒന്നുകിൽ മ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ സൗണ്ട് മാനുവലായിട്ട് കുറയ്ക്കണം എന്നുള്ളതാണ്. ഇനി താഴെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച് കൂടി കാണാം. ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡിന് പുറമെ സ്മാർട്ട് പ്ലേ സ്റ്റുഡിയോ എന്നുള്ളത് മാരുതിയുടെ തന്നെ ആപ്പാണ്. അപ്പോൾ ആ ഒരു കണക്ഷൻ കൂടി കാണാം. ഇതെല്ലാം തന്നെ ആ സ്മാർട്ട് ഫോൺ ലിങ്ക് ചെയ്യുന്ന മെനുവിൽ നമുക്ക് പ്രത്യേകം കാണാൻ പറ്റും. ഇനി സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ചിട്ട് പറയണം. അതായത് ഇതിൻ്റെ മുന്നിൽ 2 സ്പീക്കറുകൾ മാത്രമേ പഴയ ഒരു വണ്ടിയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, FM വെക്കാം. അപ്പോൾ 4 സ്പീക്കറുകൾ കൂടി ഈ ഒരു വണ്ടിക്കകത്ത് കാണാമെന്നുള്ളതാണ്. ഇനി ഈ ഒരു ഡാഷ്ബോർഡിൽ ഈ ഒരു AC വെൻ്റൊക്കെ തന്നെ മനോഹരമാണെന്ന് കാണാം. കൂടാതെ ഈ ഒരു AC അഡ്ജസ്റ്റ് ചെയ്യുന്ന നോബെല്ലാം കണ്ടില്ലേ. താഴായിട്ട് ഗ്ലോ ബോക്സ് ഉണ്ട്. ഈ ഗ്ലോ ബോക്സിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റു മാരുതികൾ കാണുന്ന തരം ഗ്ലോ ബോക്സ് തന്നെയാണ്, കാര്യമായിട്ടൊന്നും പറയാനില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സാണ് ഈ ഒരു വാഗണാറിൻ്റെ ഗ്ലോ ബോക്സും. വാഗണാർ 1.2 ലിറ്റർ ഓടിക്കുകയാണ്. അതായത് 2022 മോഡൽ 1.2 ലിറ്റർ. ഇപ്പോൾ 1.2 ലിറ്റർ ഓടിക്കുകയാണെന്ന് പറയാനുള്ള കാര്യം ഒരു 1 ലിറ്റർ മോഡൽ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു 66 bhp മോഡൽ കൂടി ഉണ്ട്. ഇത് 81 bhp 113 എണ്ണമുള്ള 1.2 ലിറ്ററാണ്. അത് മാരുതിയുടെ മറ്റു വണ്ടികൾ കാണുന്ന ആ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. 4 സിലിണ്ടർ K സീരീസ് എഞ്ചിനാണ്. ഈ എഞ്ചിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗറുകൾ ഞാൻ പറഞ്ഞു. പക്ഷേ ഈ ഒരു വണ്ടി പുതുതായിട്ട് വന്നപ്പോൾ ഇത് ഡ്യുവൽ ജെറ്റ് ആയി എന്നുള്ളതൊരു കാര്യമായിട്ട് പറയാം. ഇനി പറയുന്ന ഒരു കാര്യം 1.2ൻ്റെ പ്രത്യേകത ആദ്യം പറയാം. 1.2ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല കാല് കൊടുത്ത് ഓടിക്കാവുന്ന വണ്ടിയാണത്. അപ്പോൾ ഒരു ടോൾ ബോയ് ആണ്, അതുകൊണ്ട് തന്നെ ബോഡി റോളൊക്കെ തന്നെ ഉണ്ട്. ഞാൻ പറഞ്ഞത് സ്ട്രൈറ്റ് ലൈനിൽ അത്യാവശ്യം നന്നായി കാല് കൊടുത്ത് ഓടിക്കുകയും അത്യാവശ്യം നല്ല സ്പീഡായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനാണ്. ഗിയർ ബോക്സിൻ്റെ കാര്യം പറയണം. ഗിയർ ബോക്സിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു AGS മോഡലാണ്. AGS എന്ന് പറയുന്നത് മാരുതി വിളിക്കുന്ന AGS എന്ന് വിളിക്കുന്ന AMT മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം, ഇത് 5 സ്പീഡാണ്. 5 സ്പീഡ് എന്ന് പറയുമ്പോൾ വന്ന് AGS എന്ന് പറയുന്ന ഈ ഒരു മാരുതി AMTക്ക് ഒരുപാട് റിഫൈൻമെൻറ്റ് ആയിട്ടുണ്ട്. അത് നല്ല ഒരു ഗിയർ ബോക്സ് ആയിട്ട് മാറിയിട്ട് നമ്മൾ ഈ ഗിയർ ബോക്സിനോട് താതാത്മ്യപ്പെട്ടു എന്നതിൽ ഉപരി ഈ ഒരു ഗിയർ ബോക്സ് ഒന്നുകൂടി നന്നായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഷിഫ്റ്റൊക്കെ തന്നെ സീംലെസ് ആണ്. ഒന്ന് കാല് കൊടുക്കുമ്പോൾ ആ ഒരു കിക്ക് ഡൗൺ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതായത് അത്യാവശ്യം നല്ല ഒരു ഫീലും ഫീഡ്ബാക്കും ഈ ഒരു ഗിയർ ബോക്സിനുണ്ട്. ഇപ്പോൾ പിന്നെ ബ്രേക്കുകളെ കുറിച്ച് പറയണം. നല്ല ബ്രേക്കാണ്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മും തന്നെയാണ്. അപ്പോൾ ചവിട്ടും അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഒക്കെ തരുന്നുണ്ട്. ഇനി ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം കൂടി ഉള്ളതുകൊണ്ട് വണ്ടി സിഗ്നലിൽ കൊണ്ട് നിർത്തുമ്പോൾ ഓഫ് ആവുകയും പിന്നെ ആ ഒരു ആക്സിലേറ്റർ പെഡലിൽ കാല് കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് ആവുകയും ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി നന്നായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസി കാര്യം പറയണം. 24 കിലോമീറ്റർ പുറത്ത് ഇന്റർനാഷണൽ മോഡലാണത്. അപ്പോൾ അതിൽ കൂടുതലുണ്ട് ഇതിൻ്റെ ഒരു 1 ലിറ്ററിന്. അത് മാത്രമല്ല 34 കിലോമീറ്ററിന് പുറത്ത് മൈലേജുള്ള ഒരു CNG മോഡൽ കൂടി വാഗണാറുണ്ട്. അപ്പോൾ ഫ്യൂൽ എഫിഷ്യൻസിയാണ് മെയിൻ ഫാക്ടറെങ്കിലേക്ക് തോന്നുന്നു മികച്ച ഒരു ഓപ്ഷനായിട്ട് ഈ വാഗണാറിനെ കാണാം. ഇനി പറയേണ്ടത് ഒരു കാര്യം, ഇപ്പോൾ 1.2 ലിറ്റർ ഉണ്ട്, 1 ലിറ്റർ ഉണ്ട്. അപ്പോൾ ഈ വണ്ടികൾ ആർക്കൊക്കെയാണ് ചേരുക എന്നുള്ളത് പറയേണ്ടതുണ്ട്. അതായത് 1.2 എന്ന് പറയുന്നത് അത്യാവശ്യം സിറ്റി യൂസേ ഉള്ളൂ, ഹൈവേ യൂസാണ് കൂടുതൽ, അത്യാവശ്യം നന്നായി യാത്ര ചെയ്യണം, ലോങ് എല്ലാം പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നു 1.2 ലിറ്റർ മികച്ച ഓപ്ഷനാണ്. പക്ഷേ സിറ്റി യൂസ് മാത്രമേ ഉള്ളൂ, ഫ്യൂവൽ എഫിഷ്യൻസിയാണ് മെയിൻ എങ്കിൽ 1 ലിറ്റർ എടുത്താൽ മതിയാവും. അതായത് 1 ലിറ്റർ അത്യാവശ്യം റിഫൈൻഡ് ആണ്, 3 സിലിണ്ടർ ആണെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, അരോചകമായിട്ടുള്ള വണ്ടിയൊന്നുമല്ല, നല്ല വണ്ടിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 1 ലിറ്ററും 1.2 ലിറ്ററും വ്യത്യസ്തമായ ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ കൺസ്യൂമേഴ്സ് ആണ്. അപ്പോൾ ഫ്യൂവൽ എഫിഷ്യൻസി മാത്രമാണ് നോക്കുന്നതെങ്കിൽ 1 ലിറ്റർ മേക്ക് സെൻസ് ആണ്. അതല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊന്ന് കാല് കൊടുത്ത് ഓടിക്കാനും കുറച്ചൊന്ന് ആ ഒരു പവറിനോട് ഇഷ്ടമുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു 1.2 നന്നായി ചേരും. അപ്പോൾ ഈ ഒരു വാഗണാറിൻ്റെ USP എന്ന് പറഞ്ഞ സ്പേസും അല്ലെങ്കിൽ ആ ഒരു യൂസബിലിറ്റി തന്നെയാണ്. അത് മാത്രമല്ല ഈ 1.2 ലിറ്റർ എഞ്ചിനും ഈ ഒരു ഗിയർ ബോക്സും മിക്സ് ആയതുകൊണ്ട് തന്നെ ഡ്രൈവബിലിറ്റി കൂടി ആ ഒരു കാര്യത്തിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ 1 ലിറ്റർ ആകുമ്പോൾ ആ ഒരു സ്പേസും കാര്യങ്ങളും നമുക്കൊരു USP ആയിട്ട് കാണാമെങ്കിൽ 1.2 ലിറ്ററിന് ഡ്രൈവബിലിറ്റി കൂടി ആഡ് ചെയ്തിട്ട് കുറച്ചുകൂടി ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് തന്നെ കാണാം. അതായത് കാല് കൊടുത്താൽ
കയറി പോകുന്ന ആ ഒരു നാച്ചുറൽ കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു AGS എന്ന് പറയുന്ന AMT സിസ്റ്റം എന്ന് പറയുന്നത് മികച്ചതായിട്ടുണ്ട്. കൂടാതെ ഓടിക്കാൻ നല്ല രസമുണ്ട്, നല്ല റിഫൈൻഡ് ആണ്, നല്ല സ്മൂത്താണ്. ഇപ്പോൾ ബോണറ്റ് ഇൻസ്റ്റേഷൻ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ കാല് കൊടുത്താൽ വലിയ കാര്യമായിട്ട് ആ സൗണ്ട് അകത്തേക്കൊന്നും വരുന്നില്ല. മിഡ് റേഞ്ച് കഴിഞ്ഞ് ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോൾ ഒരു സൗണ്ട് വരുന്നുണ്ട്. പക്ഷേ സൗണ്ട് തികച്ചും കാതിന് ഇമ്പം വേഗം തരത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് അരോചകമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നല്ല സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് തിരിച്ച് സെൻട്രലിലേക്ക് ഓട്ടോമാറ്റിക്കായി വരുന്നില്ല എന്നുള്ളത് സ്റ്റിലൊരു പോരായ്മയാണ്. കൂടാതെ നന്നായി ഇരുന്ന് യാത്രയാവുന്ന ഒരു സീറ്റുകൾ കൂടി വാഗണാറുണ്ട്. ഇനി 1 ലിറ്റർ എഞ്ചിൻ ഓടിക്കാനുള്ളൊരു കാര്യം പറയാമെന്ന് ഞാൻ ആ വീഡിയോ തുടങ്ങിയപ്പോൾ പറഞ്ഞു. 1 ലിറ്റർ എഞ്ചിൻ നമ്മൾ എക്സ്റ്റൻസീവായിട്ട് ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓടിക്കുമ്പോൾ അത്യാവശ്യം എക്സൈറ്റിംഗ് ആയിട്ട് വണ്ടിയൊന്നുമല്ല, 1.2 ലിറ്റർ പോലൊന്നല്ല. ഓടിക്കാനായിട്ട് കാര്യം നടക്കുമെന്ന് തന്നെ ഉള്ളൂ. അതൊന്നുകൂടി ഊന്നി പറയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ നോക്കുന്നത് ഒരു അത്യാവശ്യം പെർഫോമൻസുള്ള വണ്ടിയാണെങ്കിൽ ഈ ഒരു 1.2 ലിറ്റർ മേടിച്ചുള്ളൂ. അതല്ല, ഫ്യൂവൽ എഫിഷ്യൻസി ആണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ നിങ്ങൾ 1 ലിറ്റർ മാത്രം വാങ്ങിയാൽ മതിയാവും. അതായത് 1 ലിറ്ററിൻ്റെ ഒരു വിലക്കുറവ് കാര്യമാണ്. കാരണം ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടി എനിക്ക് തോന്നുന്നു ആ ഒരു പൈസ കിട്ടാതെ ആ പൈസ എന്ന് പറയുമ്പോൾ 5 ലക്ഷത്തി സംതിങ് ആണ് അതിൻ്റെ ഒരു എക്സ്ട്രോൺ പ്രൈസ്. എനിക്ക് തോന്നുന്നു 6 ലക്ഷത്തിൻ്റെ ഉള്ളിൽ ഓൺ റോഡ് പ്രൈസിൽ LXI വേരിയൻറ്റ് ബേസ് വേരിയൻറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു മോഡൽ മേക്ക് സെൻസ് ആണ്. അപ്പോൾ ഇനി പറയുന്നൊരു കാര്യം, 7 ലക്ഷം രൂപയുടെ പുറത്താണ് ഇതിൻ്റെ എക്സ്ട്രോൺ പ്രൈസ് ഞാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് മുന്നേ നമ്മൾ വീഡിയോ ചെയ്ത ബലേനോ ഉണ്ട്. ബലേനോ 6,34,000 രൂപയോളമാണ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഏത് വണ്ടി മേടിക്കും? ഈ ഒരു വാഗണാറിൻ്റെ ടോപ്പിൻ്റെ മേടിക്കുമോ അതോ ബൊലേനോയുടെ ബേസ് മോഡൽ മേടിക്കും? താഴെ കമ്പനിയാണ്. അപ്പം ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാശ് കൊടുത്തിട്ട് ബലേനോയുടെ സെക്കൻഡ് ഓപ്ഷനെ മേടിക്കുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് കുറച്ചുകൂടി കാലികമായിട്ടുള്ള വണ്ടിയാണത്. പക്ഷേ അവിടെ യൂസബിലിറ്റി മാറി. യൂസബിലിറ്റി മാറി എന്ന് പറയുമ്പോൾ ഇപ്പോൾ USP എന്ന് പറയുന്നത് സ്പേസ് ആണെന്ന് ഞാൻ പറഞ്ഞു. കൂടാതെ ഇതിനകത്തുള്ള ആ ഒരു വലിയ ടോൾ ബോയ് രൂപവും ഏത് വഴിക്ക് കൊണ്ടുനടക്കാന്നുള്ള ഒരു സ്വഭാവമൊക്കെ തന്നെയാണ് വാഗണാറിനെ മാറ്റുന്നത്. 6,300 RPM റെഡ് ലൈൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ മാനുവൽ മോഡിലാണ് ഓടിക്കുന്നതെങ്കിൽ ആ റെഡ് ലൈനിൽ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ സൗണ്ട് നിങ്ങൾ കേട്ട് കാണും. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാല് കൊടുക്കണം. ഇപ്പോൾ ബലേനോ ഓടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കാല് കൊടുത്ത് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് ബലേനോ എന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു കാര്യം വാഗണാറിൽ മോശമൊന്നുമല്ല. സ്ട്രൈറ്റ് ലൈനിൽ എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര കേമൊന്നുമല്ല വാഗണാറിൻ്റെ കാര്യം. അതായത് ഒരു ബോർഡ് റോൾ എന്തായാലും ഉണ്ടാവും, ഒരു ടോൾ ബോയ് രൂപമാണ്. പിന്നെ അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് അങ്ങനെ കുന്തൽ കാണിച്ച് ഓടിക്കുക എന്നുള്ളതല്ല. അപ്പോൾ അങ്ങനെ പറയാൻ കാര്യമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ യൂസ് സിറ്റിയിലാണെങ്കിൽ നിങ്ങൾ 1 ലിറ്റർ മേടിച്ചോളൂ. അതല്ല, ഒരിത്തിരി ഹൈവേ യൂസ് ഉണ്ട്, ലോങ് എല്ലാം പോകണമെങ്കിൽ 1.2 ലിറ്ററാണ് ഉചിതം. അപ്പോൾ അതുപോലെ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ്. അങ്ങനെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലേ കൂടി ക്ലിക്ക് ചെയ്യുക, എന്നാൽ നോട്ടിഫിക്കേഷൻ ഉള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് vandipranthan.com ചെക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.